ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്യാമെന്ന്. ഞാൻ റെഡിയൊക്കെ ആയിട്ടിരുന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണ പോലെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ എന്നാൽ പിന്നെ അതൊന്ന് റെഡി ആവാതെ നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു DIY ഹെയർ സീറമാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ സീറമാണ്. ഇത് നമുക്ക് ഹെയർ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് റൂട്ട്സിൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് കണ്ടോ ഒരു ഭംഗിയായിട്ടിരിക്കില്ല, ഇപ്പോൾ മുടി ഒരു ഭംഗിയായിട്ട് മുടി ഇങ്ങനെ ഒതുക്കി വെക്കാനായിട്ട് അങ്ങനെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ മുടി ഫ്രിസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് ഹെൽത്തി മുടിക്കൊരു എന്താ നമുക്ക് റൂട്ട്സിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വേഗം കണ്ടിട്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ്സ് ആണ് കേട്ടോ, ചെറുചന വിത്ത്. അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു 1 or 2 ടീസ്പൂണോളം ഫ്ലാക്സ് സീഡ് ജെല്ല് എടുക്കുക. നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഓക്കെ, ഇനി വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിളച്ച് വരണം. കണ്ടോ, ഇതേപോലെ ഒന്ന് തിളച്ച് നിങ്ങളിങ്ങനെ സ്പൂൺ ഇട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒഴുകി വരുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആവണം. എന്നിട്ട് ഇത് നമ്മൾ സ്വിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അത് ആറാനായിട്ട് വയ്ക്കുക. അത് ആറാനായിട്ട് വയ്ക്കുമ്പോഴേക്കും നല്ലൊരു ജെല്ലി പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ആയിട്ടുണ്ടാവും. കണ്ടോ, നല്ലൊരു ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ആയി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മളൊരു ഒരു തുണി വെല്ലം വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ഇങ്ങനെ നമ്മൾ എടുക്കണം. ഓക്കെ, പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് അലോവേരയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള അലോവേരയുടെ ജെല്ല് ഒരു 1.5 ടീസ്പൂൺ. ഇത് നിങ്ങൾ അരിച്ചെടുത്തതിന് ശേഷം ആഡ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ബെറ്റർ. ഞാൻ പക്ഷേ അരിക്കണതിന് മുന്നേറ്റ് ആഡ് ചെയ്തു. അതിനാലും നമുക്ക് സുഖം, രണ്ടിൻ്റെയും പെർഫോമൻസ് ഒരു സെയിം രീതിക്കായിരിക്കും. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് അരിച്ചെടുത്തതിന് ശേഷം ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഞാനിത് കുറച്ച് തിക്കാണെന്ന് എനിക്ക് തോന്നിയോണ്ട് ഇച്ചിരി കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. ഇത് ഇതേമാതിരിയുള്ള ഒരു തുണിയിൽ വെച്ചിട്ട് നിങ്ങൾ അരിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ നോർമൽ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല, അത് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ജെല്ല് നമുക്ക് വെളിയിലോട്ട് എടുക്കണം. അതേപോലെ വേണം നമ്മൾ സ്ക്വീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അരിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. നിങ്ങൾ പഴയ മുണ്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കോട്ടൺ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ പെട്ടെന്ന് വരും. ഇത് ആക്ച്വലി എൻ്റെ സെറ്റീമ ഇടുന്ന കവറാട്ടോ. ഇവിടെ സ്റ്റുഡിയോയിൽ മുണ്ടൊന്നും കിട്ടിയില്ലാത്തതിനാൽ ഞാനുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, നല്ലപോലെ അത് ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുത്തു. കണ്ടോ, അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവും. നിങ്ങൾ അലോവേര ഈ ഒരു കൺസിസ്റ്റൻസിയിലായതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, നല്ലത് കുറച്ചും കൂടി. ഇനി നിങ്ങൾക്ക് ഭയങ്കര റണി കൺസിസ്റ്റൻസി ആയി തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതാവും. അല്ലെങ്കിൽ വെറുതെ വെളിയിൽ ആറാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കും തോറും അതിങ്ങനെ ജെല്ലി ഫോമിലോട്ട് ആയിട്ടുണ്ടാവും. അപ്പം ഞാനിത് കുറച്ചുകൂടി ഇങ്ങനെ ഒന്ന് പതപ്പിച്ചെടുക്കുകയാണ്, കുറച്ചൊരു ലിക്വിഡ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഇതേപോലത്തെ ഒരു ഇതെൻ്റെ പഴയ ഫേസ് ക്ലെൻസറിൻ്റെ ബോട്ടിലാട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് പമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ബോട്ടിലോട്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ. 3 വീക്സോളം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ കയ്യിലോട്ട് ഇതേപോലെ 2 പമ്പ് എടുക്കും. ഇത് ശരിക്കും നമ്മുടെ സിറത്തിൻ്റെ പോലെ തന്നെ കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്മെല്ല് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിതിൽ എടുത്തിട്ടുള്ള അലോവേറയുടെ ജെല്ല് ഫേസ് ഷോപ്പിൻ്റെ, അപ്പോൾ അതിന് തന്നെ ഓൾറെഡി നല്ലൊരു കാമിങ് ആയിട്ടുള്ള സ്മെല്ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സ്മെല്ല് അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇനി നിങ്ങൾ നാച്ചുറൽ അലോവേറ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എസെൻഷ്യൽ ഓയിലോ മറ്റോ ആഡ് ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെയർ ഗ്രോത്തിന് ഓൾസോ നല്ല കേട്ടോ. ഫ്ലാക്സ് സീഡ് ജെല്ല് ഹെയർ ഗ്രോത്തിന് വളരെ നല്ല. അത് മാത്രമായിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്താലും നല്ലതാണ്. പിന്നെ ഇത് നമുക്ക് കേളിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാം. ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ചീകി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമുക്കൊരു ലുക്ക് കിട്ടും. കേൾ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ക്രഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മതി. സ്ക്രഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് വരും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിത് മുടിയുടെ തുമ്പ് ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുടിയുടെ തുമ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുൾ നമുക്ക് ബെനിഫിറ്റ് ആണ്, ഹെയറിന് നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. ഇത് പിന്നെ സ്ട്രെയിറ്റ് ചെയ്യണതിന് മുന്നേയിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്ട്രെയിറ്റ് ചെയ്യണ മുന്നേ ഉപയോഗിക്കണേക്കാളും കുറച്ചുകൂടി നല്ല സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ. ഇതൊരു ഹീറ്റ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നിങ്ങളുടെ ഓരോ ലൈക്സ് ആണ് കേട്ടോ എനിക്ക് ഇനി വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. സോറി, അച്ഛനോടെ കിടന്നു പെട്ടെന്ന് എഴുന്നേറ്റു. എന്താ
അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വ്ളോഗിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സിംപ്ലി ഉണ്ണി വ്ളോഗ്സ് എന്നാണ്, അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവാണ്, അവിടെയൊക്കെ ഞാൻ വീഡിയോസ് ഇടാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ ആൻഡ് എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.